അസന്റ് കളർ ഇൻ CSS. വെൽക്കം ടു ദിസ് ടോപ്പിക്. എന്താണ് അസന്റ് കളർ ഇൻ CSS? HTML കൺട്രോളുകളായുള്ള ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, റേഞ്ച് സെലക്ടർ, പ്രോഗ്രസ് ബാർ ഇവയ്ക്കൊക്കെ ഇനീഷ്യലി ഒരു കളർ വാല്യൂ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ബ്ലൂ കളറിലാണ് ഡിസ്പ്ലേ ആവാറ്. ഈ ബ്ലൂ കളർ മാറ്റി നമ്മുടെ കസ്റ്റം കളർ, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കസ്റ്റം കളർ അവയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ CSSൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് അസന്റ് കളർ ഇൻ CSS. ഈ അസന്റ് കളർ ഇൻ CSS എന്നുള്ള പ്രോപ്പർട്ടി CSSൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. നമുക്ക് നേരെ കോഡ് വിൻഡോയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ VS കോഡ് വിൻഡോയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു അൺഓർഡേർഡ് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലുള്ള എന്താണെന്ന് വെച്ചാൽ 2 ഫോം കൺട്രോളുകളാണ്. ഒന്ന് ചെക്ക് ബോക്സ്, മറ്റേത് റേഡിയോ ബട്ടൺ. നമുക്കിതിൻ്റെ ബ്രൗസർ പ്രിവ്യൂ എങ്ങനെയെന്ന് നോക്കുക. ബ്രൗസർ പ്രിവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് 2 ഒരു ലേബൽ, ഒരു കൺട്രോൾ അല്ലേ വന്നു. നമുക്കൊന്നും കൂടി വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഒരു CSS പാഡിങ് കൊടുക്കുകയാണ്. ULLI കൊടുത്ത് പാഡിങ് കൊടുത്തിട്ട് ഒരു 10 പിക്സൽ കൊടുക്കുന്നു. അപ്പം നമുക്കിത് വൃത്തിക്ക് കാണാനുണ്ട്. നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് വരണത്? 2 ഡിഫാൾട്ട് കളറാണ് വരണത്. നമുക്ക് ഇതിനെ ഈ ഡിഫാൾട്ട് കളറിന് പകരം ഒരു റെഡ് കളർ കൊടുക്കണം വിചാരിക്കുക. അത് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരെ CSSലേക്ക് വരുന്നു. നമ്മൾ ആട്രിബ്യൂട്ട് സെലക്ടറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആട്രിബ്യൂട്ട് സെലക്ടറിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതെങ്ങനെ എഴുതുക? ഇൻപുട്ട് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടാണ് ഇതിലുള്ളത്. ടൈപ്പ് TYP ടൈപ്പ് ഉപയോഗിക്കുന്നു. ടൈപ്പ് ഈക്വൽ ടു എന്താണ് ടൈപ്പ്? ചെക്ക് ബോക്സ് ആണല്ലേ, CHECK ചെക്ക് BOX ബോക്സ്. ചെക്ക് ബോക്സ് കൊടുത്തു. ചെക്ക് ബോക്സ് കൊടുത്തതിന് ശേഷം എന്ത് എഴുതുന്നു? നമ്മൾ അസന്റ് കളർ എന്നുള്ളൊരു CSS പ്രോപ്പർട്ടി ഉണ്ട്, അസന്റ് കളർ എടുത്ത് ഞാൻ റെഡ് കൊടുക്കുന്നു. അസന്റ് കളർ റെഡ് കൊടുത്ത് സേവ് ചെയ്യുന്നു. നമ്മൾ പോയി നോക്കുകയാണ്, ബ്രൗസർ പ്രിവ്യൂ പോയി നോക്കുകയാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അസന്റ് റെഡ് കളറിലാണ് അത് ചെക്ക് ആവുന്നത് അല്ലേ. ഇത് എന്താവുന്നില്ല, ഇതിൽ നമ്മൾ ഈ റേഡിയോ ബട്ടന് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് റേഡിയോ ബട്ടൺ ഇനീഷ്യൽ വാല്യൂ തന്നെ അതിൻ്റെ എടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ റേഡിയോ ബട്ടൺ റെഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്? ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെക്ക് ബോക്സ് മെൻഷൻ ചെയ്യേണ്ട, വെറും ടൈപ്പ് എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ടൈപ്പ് എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഡിയോ ബട്ടനെ സെലക്ട് ചെയ്ത് നോക്കാം. റേഡിയോ ബട്ടൺ റെഡ് വന്നു, അതേപോലെ തന്നെ ചെക്ക് ബോക്സിന് റെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ട് സെലക്ടർ ഉപയോഗിക്കുകയാണ്. CSSൻ്റെ ആട്രിബ്യൂട്ട് സെലക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. ഇനി അതിൻ്റെ സൈസ് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? അതിലൊരു വഴിയുണ്ട്, ട്രാൻസ്ഫോം എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ച് സ്കെയിൽ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഇതുണ്ട്, അത് ഉപയോഗിക്കാം. സ്കെയിൽ ഉപയോഗിച്ച് 1.5 എന്ന് കൊടുക്കുക. 1.5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. കൺട്രോളും ലേബലും തമ്മിൽ ഗ്യാപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യണു? മാർജിൻ റൈറ്റ് കൊടുക്കുന്നു. മാർജിൻ റൈറ്റ് 5 പിക്സൽ കൊടുക്കുന്നു. മാർജിൻ റൈറ്റ് 5 പിക്സൽ കൊടുക്കുന്ന സമയത്ത് ആ പ്രോബ്ലം തീർന്നു. കണ്ടോ? ഓക്കെ, ഇതിപ്പോൾ എവിടെയൊക്കെ ഉപയോഗിക്കാം? ഈ ചെക്ക് ബോക്സും റേഡിയോ ബട്ടണും അല്ലാണ്ട് നമുക്കിത് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രസ് ബാറിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ റേഞ്ച് സെലക്ടർ ഉണ്ടല്ലോ, റേഞ്ച് അതിൽ ഉപയോഗിക്കാം. അങ്ങനെ പ്രോഗ്രസ് ബാറിലും റേഞ്ച് സെലക്ടറിലും അതേപോലെ ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ ഇതിലൊക്കെയാണ് ഞാൻ ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ബോക്സിന് ഉപയോഗിച്ച് നോക്കി എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെസ്റ്റ് ബോക്സിലൊന്നും വന്നില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. CSSലെ അസന്റ് കളർ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഡേറ്റ് റേഞ്ച്, അതേപോലെ തന്നെ പ്രോഗ്രസ് ബാർ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. CSSൻ്റെ മറ്റൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക്